പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ? ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ 12ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് തിരിതെളിഞ്ഞത്. ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറടത്തെ ശങ്കരുണ്ണി നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ദേശമംഗലം ശ്രീരാമകൃഷ്ണ തപോമന്ദിരം ശുദ്ധ വിഗ്രഹ സ്വരൂപതീർത്ഥപാദർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വായ്പുറം വാസുദേവ പ്രസാദാണ് യജ്ഞാചാര്യൻ. രാമൻ പന്തല്ലൂർ, വേണുഗോപാൽ ചീരാത്ത്, മുരളിക എന്നിവർ ആചാര്യഭരണം നിർവഹിച്ചു. തുടർന്ന് ഭാഗവത മഹാത്മ്യ പാരായണവും ഉണ്ടായി. ക്ഷേത്ര മേൽശാന്തി ശ്രീകാന്ത് എമ്പാന്ത്രിയുടെ കാർമ്മികത്വത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങും നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. നവംബർ 16 വരെയാണ് യജ്ഞം നീണ്ടു നിൽക്കുക. ഈ നടന്നുകൊണ്ടിരിക്കുന്ന സപ്താഹങ്ങളിലെല്ലാം തന്നെ അത്യാവശ്യം ഭക്തജന പ്രവാഹമുണ്ട്, അവരുടെ സഹകരണമുണ്ട്. തീർച്ചയായിട്ടും ഗൃഹസ്ഥന്മാരായ നിങ്ങളുടെ സഹകരണവും അതിൻ്റെ അർപ്പിതമായ മനോഭാവവുമാണ് ഒരു സപ്താഹത്തിൻ്റെ വിജയത്തിന് ആധാരമെന്ന് സംശയമില്ല. പക്ഷെ അപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഈ സപ്താഹത്തിൻ്റെ മൂല്യങ്ങളോ ആചാര്യന്മാർ നൽകുന്ന മൂല്യങ്ങൾ, ഗുരുക്കന്മാർ നൽകുന്ന മൂല്യങ്ങൾ, ശ്രീമദ് ഭാഗവതവും അതുപോലുള്ള ഗ്രന്ഥങ്ങളും നൽകുന്ന മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് വഴികാട്ടിയായി തീരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 20% പോലും ഇല്ലെന്ന് വേണം പറയാൻ.